ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉത്തരവിനെ തുടർന്ന് ലിത്താനി നദി കടന്ന് ഇസ്രയേൽ സേന ലെബനനിലെ ആക്രമണം രൂക്ഷമാക്കിയെന്ന വാർത്ത വരുമ്പോൾ പി ജെയിംസ് വീണ്ടും ചേരുന്നു. പി ഈ ബെഞ്ചമിൻ നെതന്യാഹു എന്താണ് ശരിക്കും? ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഈ യുദ്ധം ചെയ്യാതെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എസ്കേൻ. ഇത് ഗസയിൽ തുടങ്ങിയതാണ്. ഗസയിൽ 2 വർഷം യുദ്ധം ചെയ്ത് അവിടെ വെടിനിർത്തൽ ആയിരുന്നു. ഇപ്പോൾ വീണ്ടും ഗസയിൽ കയറി ആക്രമിക്കുന്നുണ്ട്. ഹമാസിന്റെ മേധാവിയെ അവിടെ കൊലപ്പെടുത്തി കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്. ഇപ്പോൾ ലെബനോനിൽ ആ സമയത്ത് ലെബനോനിൽ യുദ്ധം ചെയ്തിരുന്നു. പിന്നീടാണ് ഇറാനുമായിട്ട് 2 തവണ യുദ്ധം. ഇപ്പോൾ ഇറാനിൽ വെടിനിർത്തലാണ്. ഗസയിൽ ഇടയ്ക്കിടയ്ക്ക് ആക്രമിക്കുന്നു. ലെബനോനിൽ നിരന്തരമായ ആക്രമണമാണ്. പക്ഷേ ലെബനോനിൽ നിന്ന് ഹെസ്ബുള്ള ഇടയ്ക്കിടയ്ക്ക് തിരിച്ചടിക്കുന്നുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നൊരു പുതിയ സംഭവവാസം എസ്കേൻ, ഇതുവരെ ഈ ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് ലിത്താനി നദി. ലിത്താനി നദി വരെയാണ് ആക്രമണം നടക്കുന്നത്. തെക്കൻ ലെബനോനിൽ കയറി തീമഴ പെയ്യ്ക്കുകയാണ് ഇസ്രായേൽ. പക്ഷേ ഇപ്പോൾ ലിത്താനി നദി കടന്ന് ഉള്ളിലേക്ക് പോയി ആക്രമിച്ചോളാൻ ഇന്നലെ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇന്ന് ലിത്താനി നദി കടന്ന് ഇസ്രായേലിന്റെ കരസേന മുന്നേറുന്നതിന്റെ ദൃശ്യങ്ങളാണ് വരുന്നത്. 10,000-കണക്കിന് ജനങ്ങൾ പലായനം ചെയ്യുകയാണ്. അതിനവരെ പ്രകോപിപ്പിച്ചതായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്, വടക്കൻ ഇസ്രായേലിലേക്ക് ഹെസ്ബുള്ള നിരന്തരമായി റോക്കറ്റുകൾ അയക്കുന്നു. അവിടെ ഒരുപാട് പേർക്ക് പരിക്കേൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഈ റോക്കറ്റുകൾ എത്താൻ പറ്റാത്ത ദൂരത്തേക്ക് ഹെസ്ബുള്ളയെയും അതുപോലെ തന്നെ ലെബനോനിലെ ആൾക്കാരെ ഓടിക്കുക എന്നുള്ള നിലപാടാണ് ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം വരുന്നുണ്ട്. ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റലിയിൽ 10,000-കണക്കിന് തൊഴിലാളികൾ ഇസ്രായേലിന്റെ നടപടിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. കാരണം ലെബനോനോട് ഒരു വലിയ സ്നേഹമുണ്ട് ഫ്രാൻസിന്, ബ്രിട്ടന്, യൂറോപ്യൻ രാജ്യങ്ങൾക്ക്. അവർ മുഴുവൻ ഇപ്പോൾ ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ഇസ്രായേലിന്റെ കൂട്ടാളികളാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. പക്ഷെ അവര് ഈ ഇറാൻ യുദ്ധത്തിലും ഇസ്രായേലിനെതിരാണ്. ഇസ്രായേലാണ് അമേരിക്കയെ കൊണ്ടുവന്ന് ഇതൊക്കെ കാണിക്കുന്നതെന്നുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് എസ്കേൻ. അപ്പോൾ ആ തരത്തിൽ യുദ്ധം രൂക്ഷമാവുകയാണ്. ഹെസ്ബുള്ളയുടെ ആക്രമണം തിരിച്ചടി നടക്കുന്നു. പക്ഷേ ലെബനോനിൽ യുദ്ധം നിർത്താതെ ഇറാൻ പറയുന്നത് പശ്ചിമേഷ്യൻ സംഘർഷം തീരില്ല, ഞങ്ങൾ ധാരണയ്ക്ക് തയ്യാറാവില്ല. അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അതാണ്, ലെബനോനിലും ഗസയിലും ഇസ്രായേൽ കയറി നടത്തുന്ന ആക്രമണം നിർത്തണം. ഇസ്രായേൽ അതിന് സമ്മതിക്കുന്നില്ല. അതേ ചൊല്ലി ട്രംപും നെതന്യാഹുവും തമ്മിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് എസ്കേൻ. അത് ഇതുവരെ ഒരു തരത്തിലും ഒരു തീരുമാനത്തിലെത്തിയിട്ടുള്ള ചൂടേറിയ വാഗ്വാദങ്ങളുണ്ട്. പക്ഷേ ട്രംപ് പറയുന്നത് യുദ്ധം നിർത്തിയാൽ ഇസ്രായേൽ അത് നിർത്താൻ നിർബന്ധിതമാവും, നിർത്തിയിരിക്കും. നെതന്യാഹുവിനെ എനക്കറിയാം എന്ന് നായനാർ പറയുന്ന പോലെയുള്ള പ്രയോഗമാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എസ്കേൻ. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.